മാഷേ, ഉച്ചയ്ക്ക് ശേഷം സാറ് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടായി കഴിക്കണ്ടേ? എന്ത് കഴിക്കാൻ? ഞാൻ സാറിനോട് പറഞ്ഞല്ലേ എന്ത് വേണേലും താഴെന്നാവാന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ആർക്ക്? എന്റെ സാറേ, എനിക്കും രഹനക്കും വേണ്ടി എന്തായാലും അടുപ്പ് കത്തിക്കണം. ആ കൂട്ടത്തിൽ ഒക്കെ വാങ്ങിച്ചു അല്ലേ? നിങ്ങളൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അതല്ല, ഭക്ഷണ കാര്യത്തിൽ എനിക്ക് എന്റേതായ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, രഹനയ്ക്കുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഓരോ വ്യക്തിക്കുണ്ട്. എന്ന് വെച്ച് എല്ലാവരും തന്നെത്താൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടോ? ചായ. എനിക്ക് ചായ വേണ്ട. എന്താ, മുസ്ലിം ചായ കുടിക്കില്ലേ? അതല്ല, പുറത്തുനിന്ന് ചായ കഴിച്ചിട്ടാ വന്നത്. എന്നാൽ ഒരു ചായ കുടിക്കാം. ഒരു സഹവീടന്റെ അവകാശമാണത്. സാറിന്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഇത്രയും പ്രായമായിട്ടും? എത്രയും പ്രായമായിട്ടും? അല്ല, സാറിന് എന്റെ പ്രായം സംശയമാണ്. മിസ്റ്റർ റഹ്മാൻ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 5 വർഷം ആവുന്നു. കുട്ടികൾ ഇല്ല, വേണ്ടെന്ന് വെച്ചതാണ്. ഒരു 15 വർഷത്തേക്ക്. 15 വർഷത്തേക്ക്? അതിനെന്താ ഇത്ര ചിരിക്കാൻ? അല്ല, ദിനം പ്രതി വില കയറുന്ന ബേബി ഫുഡ്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സ്കൂൾ ഫീസ്, പിന്നെ തുണി, മണി, ചപ്പ്, ചവറ്. ഇനിയുള്ള കാലത്ത് ഒരു കൊച്ചിന്റെ ബാപ്പയാവോ ഉമ്മയാവോ എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്ന. നടക്കൂല സാറേ. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണത്തിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ലേ? എന്നാലേ സാറിനോട് ഞാനിനി നേര് പറയാം. എനിക്കും രഹനയ്ക്കും ഒരു ദിവസം പോലും വേർതിരിഞ്ഞ് ജീവിക്കുന്നത് ഇഷ്ടമല്ല. പ്രഗ്നന്റ് ആയാൽ ലീവ് എടുക്കണം, പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞൊരു 3 മാസം വേറെ, അങ്ങനെ ഒരു 6 മാസം യാതൊരു ആക്ടിവിറ്റിയും ഇല്ലാതെ ജീവിക്കണേ. ഏത് സാറിന് മനസ്സിലായോ? നമുക്കൊക്കെ വേറെ എന്ത് എന്റർടൈൻമെന്റ്. അതുകൊണ്ടാണ് കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ലെങ്കിലും കൂട്ടിന് സംഗീതമുണ്ട്. മനസ്സിലായില്ല അല്ലേ? ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്. കോളേജിലെ ഏത് പരിപാടിക്കും ഞാൻ പാടും. വേണേ ഇപ്പൊ പാടാം. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, ചന്ദനലേപ സുഗന്ധം മൈവർണ്ണച്ചപ്പ് തുറന്നു കൊടുത്തത് യൗവനമോറുതു ദേവതയോ. മൈവർണ്ണ എന്താ രഹനെ? ചന്ദനലേപ സുഗന്ധം. ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ സാറിനൊരു പാട്ട് പാടി കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചന്ദനലേപ സുഗന്ധം. അല്ല, ഏതായാലും വിളിക്കല്ലേ ചെല്ല്. അല്ല, ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, അവൾക്ക് എന്നെ ഒരു നിമിഷം പിരിഞ്ഞിരുന്നൂടാ. ഞാൻ ബാക്കി വന്ന് പിന്നെ പാടാം. എന്താ രഹനെ? നിങ്ങൾക്ക് എന്നെ ദ്രോഹിച്ച പോരെ? അങ്ങേര് വന്ന് കയറിയല്ലേ ഉള്ളൂ, ഉടനെ തൊള്ളേം തുറന്ന് അങ്ങോട്ട് പായണോ? പാട്ട് പാടുന്ന ക്രിമിനൽ കുറ്റ? നിങ്ങൾ പാടുമ്പോ അത് അങ്ങനെ തന്നെയാ. ഇങ്ങോട്ട് വന്നേ. എന്താ രഹനെ നീ പറയുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ കോളേജ് ഡേക്ക് ഇതേ ചന്ദ്രലേപ സുഗന്ധം പാടിയപ്പോ എന്തായിരുന്നു കയ്യടി? കയ്യടി 2 രീതിയിലുണ്ട്. ഒന്ന് പ്രോത്സാഹനം, മറ്റേ നിർത്തിയിട്ട് പോടാ എന്ന അർത്ഥത്തില്. നിങ്ങൾക്ക് കിട്ടിയ കയ്യടി 2ാമത്തെ വകുപ്പിൽപ്പെടും. അതെനിക്കൊരു പുതിയ അറിവാ. ഇവിടെ ഇരിക്കും, ശബ്ദം കുറച്ച് തന്നിത്താൻ പാടി സ്വയം രസിക്കും. എങ്ക് നീ ഇരിക്കും, നമുക്കൊരു യുഗ്മഗാനം പാടാം. വല്ലവരും കാണും. കാണട്ടെ. ഞാൻ നന്ദ സാറിനോട് നമ്മുടെ ജീവിത രഹസ്യം മുഴുക്കെ അങ്ങ് പറഞ്ഞു. എന്ത് രഹസ്യം? കൊച്ചുങ്ങൾ ഇപ്പോഴൊന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചില്ലേ, അതിന്റെ കാരണം. ഈ മനുഷ്യൻ. ഇനി ഞാൻ എങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കും? നീ എന്തിനാ ആ സാറിന്റെ മുഖത്ത് നോക്കുന്നത്? നിനക്ക് നോക്കാനല്ലേ മനോഹരമായ ഈ മുഖം. നോക്ക്, നോക്ക്.